ശ്രീ ടി സിദ്ദിഖ്. സർ, കഴിഞ്ഞ തവണ ഞാനൊരു ചോദ്യം ചോദിച്ചു ആമസോണും ഫ്ലിപ്കാർട്ടുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു ചോദ്യമാണ് സർ. സർ, GST രജിസ്ട്രേഷൻ വർദ്ധിപ്പിക്കാൻ വിവിധ സംസ്ഥാനങ്ങൾ നിരവധിയായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിൽ തമിഴ്നാട് സ്വീകരിച്ചൊരു മാർഗം UPI ഡാറ്റ ട്രാൻസാക്ഷൻ വിശകലനം ചെയ്ത് GST രജിസ്ട്രേഷനിലേക്ക് കൊണ്ടുവരാനുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് സ്വീകരിച്ചു സർ. സർ, നിലവിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ബിഗ് ഡാറ്റ അടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ എത്രത്തോളം നടപടികൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്, എത്ര പുരോഗതിയുണ്ട്? സർ ഒരൊറ്റ കാര്യം പ്ലീസ്, ഒറ്റ കാര്യം സർ. 11ാം ധനകാര്യ കമ്മീഷനിൽ കഴിഞ്ഞ് 14ാം ധനകാര്യ കമ്മീഷനിൽ എത്തിയപ്പോൾ ഈ ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകൾക്ക് ഇതിൻ്റെ വിഹിതത്തിൽ കുറവ് വന്നിട്ടുണ്ട്? മിനിസ്റ്റർ. സർ, അദ്ദേഹം ഏറ്റവും അവസാനം ചോദിച്ച ചോദ്യം പ്രത്യേക നോട്ടീസ് തന്നാൽ കണക്കെടുക്കേണ്ടതാണ്, എല്ലാ സ്റ്റേറ്റുകളുടെയും കണക്കെല്ലാം എടുക്കാൻ. പക്ഷേ ഇവിടെ ആദ്യം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം നമ്മുടെ ഈ എങ്ങനെയാണ് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് സർ. നമ്മൾ കേരളത്തിൻ്റെ ഇടപെടൽ കാരണം ഇതാദ്യമായിട്ട് ഫ്ലിപ്കാർട്ട്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഓൺലൈനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം എല്ലാ തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും നമുക്ക് കണക്ക് തരുന്ന തരത്തിലേക്ക് അവർ ഇതുവരെ e-way ഇല്ലായിരുന്നു സർ. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ റെസിസ്റ്റ് ചെയ്യായിരുന്നു. നമ്മളവരെ വിളിച്ചു നോക്കിയിട്ട് അവർ ഡേറ്റ തരാൻ തയ്യാറില്ലായിരുന്നു. നമ്മൾ ഈ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ ഇന്ത്യയിൽ എവിടുന്ന് ഒരു സാധനം മേടിച്ച് ഓൺലൈനായിട്ട് കേരളത്തിലേക്ക് വന്നാൽ ഈ കേരളത്തിൻ്റെ അഡ്രസ്സ് രേഖപ്പെടുത്തി e-way ബില്ല് പോലെ തരണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ വലിയൊരു ഇൻകം അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, വർധന പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളമാണ് ഈ പ്രശ്നം ഉന്നയിച്ചതും ദീർഘമായിട്ട് നമ്മുടെ GST കൗൺസിലിൽ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് സാർ അംഗീകാരം കിട്ടിയത്. ഇപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സാർ. അതുപോലെ നമ്മൾ കുറേയേറെ പുതിയ കാര്യങ്ങൾ ഇപ്രാവശ്യം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് നമ്മൾ അങ്ങേക്കും അറിയാം, ഈ സഭയ്ക്കും അറിയാം, മെമ്പർമാർക്ക് അറിയുന്നതാണ്. കുറേയേറെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. എന്നാലും ഈ വർഷം തന്നെ ഇൻ്റലിജൻസിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് മാത്രം 450 കോടി രൂപ ഈ വർഷം ഇതുവരെ ഇൻ്റലിജൻസിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് സംസ്ഥാന ഖജനാവിലേക്ക് അടപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർ.